അടുത്തതായി സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചറിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. അറേ എന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂ ഒരു ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവയാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഡാറ്റ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ വേരിയബിളിനെ നമ്മൾ അറേ ആയി ഡിക്ലെയർ ചെയ്യുന്നു. എന്നാൽ ഒന്നിൽ കൂടുതൽ വാല്യൂ അതും പല രീതിയിലുള്ള ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ അവിടെ നമ്മൾക്ക് അറയ്ക്ക് പകരം സ്ട്രക്ചർ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. സ്ട്രക്ചർ ഉപയോഗിച്ച് യൂസറിന് തന്നെ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് സ്ട്രക്ചറിന്റെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നാണ് പറയുന്നത്. സ്ട്രക്ചറിന്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ്. സ്ട്രക്ട് ടാഗ് നെയിം, അതിനുള്ളിൽ വേരിയബിൾ ഡിക്ലറേഷൻ. ഉദാഹരണമായി ഇവിടെ ബുക്ക് ബാങ്ക് എന്ന ഒരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനുള്ളിൽ ആദ്യമായി ബുക്കിന്റെ ടൈറ്റിൽ, അടുത്തതായി ഓതർ, അടുത്തതായി ഇൻറ്റിജർ ഡാറ്റ ടൈപ്പായ പേജസ്, അടുത്തതായി ബുക്കിന്റെ പ്രൈസ് എന്നിവ നൽകിയിരിക്കുന്നു. ഇതേ രീതിയിൽ പല രീതിയിലുള്ള ഡാറ്റ വാല്യൂസിനെ കമ്പൈൻ ചെയ്ത് ഒരു നെയിമിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് സ്ട്രക്ചർ ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷന് പുറത്തോ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനുള്ളിലോ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. മെയിൻ ഫംഗ്ഷനുള്ളിൽ സ്ട്രക്ട് എന്ന കീവേഡ് നൽകി സ്ട്രക്ചറിന് നമ്മൾ ഏത് നെയിമാണോ നൽകിയിരിക്കുന്നത് ആ നെയിം നൽകിയ ശേഷം അതിന്റെ വേരിയബിൾ. ഉദാഹരണമായി നമ്മൾ നേരത്തെ നൽകിയത് ബുക്ക് ബാങ്ക് എന്ന സ്ട്രക്ചർ ആണല്ലോ. അപ്പോൾ മെയിൻ ഫംഗ്ഷനുള്ളിൽ സ്ട്രക്ട് ബുക്ക് ബാങ്ക് സ്പേസ് നൽകി വേരിയബിൾ നെയിം നൽകാൻ സാധിക്കുന്നതാണ്. ഇവിടെ നൽകുന്ന വേരിയബിൾ നെയിം ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിൽ നമ്മൾ നൽകുന്ന വേരിയബിൾ നെയിമിന് തുല്യമായിരിക്കും. അതായത് ഇന്റ് എ എന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇന്റ് എന്ന ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിലാണല്ലോ. എന്നാൽ ഇവിടെ സ്ട്രക്ട് ബുക്ക് ബാങ്ക് എന്ന് നൽകി എ എന്ന് നൽകുകയാണെങ്കിൽ ബുക്ക് ബാങ്ക് എന്ന യൂസർ ഡിഫൈൻഡ് ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ ആയിരിക്കും എ. സാധാരണയുള്ള ഡാറ്റ ടൈപ്പിൽ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ സ്ട്രക്ചറിന്റെ വേരിയബിളിനുള്ളിലും അറേ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. അതായത് സ്ട്രക്ട് ടാഗ് നെയിം വേരിയബിൾ, അതിനുള്ളിൽ അറേ സൈസ്. ഉദാഹരണമായി ഇവിടെ ഒന്നിൽ കൂടുതൽ ബുക്കിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷന് പുറത്തോ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനകത്തോ ഇതേ രീതിയിൽ ആദ്യമായി സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സ്ട്രക്ട് ബുക്ക് ബാങ്ക്. ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള നെയിം ഉപയോഗിക്കാം. അതിനുള്ളിൽ നമ്മൾക്ക് ഏതൊക്കെ ഡേറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഡേറ്റ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ ബുക്ക് ബാങ്ക് എന്ന ഈ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ബുക്ക് ബാങ്ക് സ്പേസ് നൽകിയതിനു ശേഷം വേരിയബിൾ നെയിം നൽകി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അതിന്റെ അറേയുടെ സൈസ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്ക് അതിന്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നോക്കാം. സ്ട്രക്ചർ ഉപയോഗിച്ച് ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽ എൻറ്റർ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഒരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് സ്ട്രക്ട് സ്റ്റുഡ്. ഇതിനുള്ളിൽ ഒരു സ്റ്റുഡന്റ് റോൾ നമ്പർ എൻറ്റർ ചെയ്യാൻ വേണ്ടി ഇന്റ് RNO എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ സ്റ്റുഡന്റ് നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നെയിം എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ബ്രാഞ്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബ്രാഞ്ച് എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പായ സ്റ്റുഡ് എന്ന സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് എസ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ അവിടെ ഒരു മെമ്മറി അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സാധാരണയായി ബിൽറ്റ് ഇൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ്, ക്യാരക്ടർ, ഫ്ലോട്ട് തുടങ്ങിയ ബിൽറ്റ് ഇൻ ടൈപ്പ് ആണല്ലോ. എന്നാൽ സ്ട്രക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചതിന് ശേഷം ഒരു നെയിം നൽകി അതിനുള്ളിൽ മെമ്പേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്കൊരു ടൈപ്പ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന ഈ സ്റ്റുഡ് ഒരു ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിന് തുല്യമാണ്. അതായത് ഇന്റ്, ഫ്ലോട്ട് തുടങ്ങിയ ഡാറ്റ ടൈപ്പിന് തുല്യമാണ്. എന്നാൽ ഇതിനെ സ്ട്രക്ചർ ആണ് എന്ന് കാണിക്കുവാൻ വേണ്ടി സി പ്രോഗ്രാമിൽ സ്ട്രക്ട് എന്ന കീവേഡ് ഇതിനു മുൻപായി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതിന്റെ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ വേരിയബിൾ ആണ് എസ് ആയി നൽകിയിരിക്കുന്നത്. ഈ എസ് എന്നത് ഒരു വേരിയബിൾ നെയിമാണ്. അതായത് ഇന്റ് എസ് എന്ന് പറയുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സ്റ്റുഡ് എസ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റുഡ് എന്ന സ്പേസിനുള്ളിൽ ഇത്രയും കോളം വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇത്രയും ഡാറ്റ ടൈപ്പിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എൻ്റർ സ്റ്റുഡന്റ് റോൾ നമ്പർ എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്തതിനു ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്ന റോൾ നമ്പർ
എസ് എന്ന വേരിയബിൾ നെയിമിലെ അല്ലെങ്കിൽ എസ് എന്ന റോയിലെ അല്ലെങ്കിൽ എസ് എന്ന സ്പേസിലെ RNO എന്ന ഈ വേരിയബിൾ നെയിമിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം എൻ്റർ സ്റ്റുഡന്റ് നെയിം എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നതും നമ്മൾ എൻ്റർ ചെയ്യുന്ന നെയിം എസ് ഡോട്ട് നെയിം എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. എസ് എന്ന ലൊക്കേഷനിൽ നമ്മൾ നൽകിയിരിക്കുന്ന മെമ്പേഴ്സ് ആണ് റോൾ നമ്പർ, നെയിം, ബ്രാഞ്ച്. ഇതേപോലെ തന്നെ എൻ്റർ ബ്രാഞ്ച് എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്ത് എസ് ഡോട്ട് ബ്രാഞ്ച് എന്ന വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇതിനുശേഷം ക്ലിയർ സ്ക്രീൻ നൽകി നമ്മൾ നൽകിയ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽ പ്രിന്റ് ചെയ്യുകയാണ്. അതായത് റോൾ നമ്പർ ഈക്വൽ ടു %d എസ് ഡോട്ട് RNO, നെയിം ഈക്വൽ ടു %s എസ് ഡോട്ട് നെയിം, ബ്രാഞ്ച് ഈക്വൽ ടു %s എസ് ഡോട്ട് ബ്രാഞ്ച്. ഇവിടെ നെയിം എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റർ ചെയ്യുന്നത് ക്യാരക്ടർ അറേ ആയിട്ടാണെങ്കിൽ, അതായത് സ്ട്രിംഗ് ആയിട്ടാണെങ്കിൽ അവിടെ ആൻഡ് സിമ്പൽ ഉപയോഗിക്കേണ്ടതില്ല, അതായത് അഡ്രസ് സിമ്പൽ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നൽകിയിരിക്കുന്നത് ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽ ആണ്, അതായത് സ്റ്റുഡന്റ് എന്ന മെമ്മറിയിലെ എസ് എന്ന സ്പേസ്. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡന്റ് നൽകണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. അതായത് ഇന്റ് a, b എന്ന് പറയുന്ന പോലെ ഇവിടെ സ്റ്റുഡന്റ് S1, S2 അങ്ങനെ എത്ര വേരിയബിൾ വേണമെങ്കിലും നമ്മൾക്ക് സ്റ്റുഡ് എന്ന ഈ യൂസർ ഡിഫൈൻ ടൈപ്പിലേക്ക് ഇപ്പോൾ സ്റ്റോർ ചെയ്യാവുന്നതും അതിലേക്ക് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ എൻ്റർ സ്റ്റുഡന്റ് റോൾ നമ്പർ എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ സ്റ്റുഡന്റ് നെയിം എന്ന മെസ്സേജ് ഇപ്പോൾ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്തു. ഇവിടെ സ്റ്റുഡന്റ് നെയിം എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ബ്രാഞ്ച് എൻ്റർ ചെയ്യുന്നു. എൻ്റർ കീ ഉപയോഗിക്കുമ്പോൾ ഇതാ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ ഓരോന്നായി പ്രിന്റ് ചെയ്തതായി കാണാം. ഇതേ രീതി യൂസറിന് തന്നെ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനും സ്ട്രക്ചർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് സ്ട്രക്ചറിലേക്ക് അറേ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓബ്ജക്റ്റിലേക്ക് അറേ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമിൽ ഒരേ ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ സ്റ്റുഡന്റ് വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഒന്നിൽ കൂടുതൽ വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇതേ രീതിയിൽ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പിൽ, അതായത് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പിൽ, അതായത് ഇന്റ്, ഫ്ലോട്ട് തുടങ്ങിയ ഡാറ്റ ടൈപ്പിൽ ഒന്നിൽ കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. ഇതേ രീതിയിൽ തന്നെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിലും നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളിപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന EMB എന്ന അല്ലെങ്കിൽ എംപ്ലോയി എന്ന ഈ സ്ട്രക്ചറിനുള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നെയിം, കോഡ്, ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒന്നിൽ കൂടുതൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ അറേ ആയി ഡിക്ലെയർ ചെയ്യുക. ഇവിടെ EMB എന്നത് ഇപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് ആണല്ലോ, അതായത് നമ്മൾ നൽകിയിരിക്കുന്ന സ്ട്രക്ചർ നെയിം EMB എന്നാണ്. അപ്പോൾ EMB എന്ന ഈ ഡാറ്റ ടൈപ്പിന്റെ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ വേരിയബിൾ ആണ് E. പക്ഷേ E എന്ന് പറയുന്നത് EMB എന്ന സ്പേസിൽ അല്ലെങ്കിൽ മെമ്മറിയിൽ E0 മുതൽ E19 വരെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് മാക്സിമം നമ്മൾക്ക് 20 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ലൂപ്പിനായി I എന്ന വേരിയബിളും ഇതിന്റെ ലിമിറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനായി N എന്ന വേരിയബിളും ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി എന്റർ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം ലിമിറ്റ് വാല്യൂ N എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതായത് നമ്മൾക്ക് മാക്സിമം 20 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്ന ലിമിറ്റ് വാല്യൂ ഒന്നെങ്കിൽ 20 അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കണം. ഇവിടെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ n നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത്. ആദ്യമായി ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ I എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം സ്ക്രീനിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, അതായത് എന്റർ എംപ്ലോയി നെയിം. സ്കാൻഎഫ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കീബോർഡിൽ നിന്നും എൻ്റർ ചെയ്യുന്ന എംപ്ലോയി നെയിം ആദ്യത്തെ സ്പേസ് ആയ, അതായത് ഐയുടെ വാല്യൂ 0 ആയതിനാൽ E0.name സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം എന്റർ എംപ്ലോയി കോഡ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതും രണ്ടാമത് എൻ്റർ ചെയ്യുന്ന നമ്പർ സ്ട്രക്ചർ എന്ന സ്പേസിലെ E0.code സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം ഇതേപോലെ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എൻ്റർ ചെയ്യുന്നതും ഡിപ്പാർട്ട്മെന്റ് നെയിം എൻ്റർ ചെയ്യുന്നതും അത് E0.dpt എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. ഇതിനുശേഷം ഫോർ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്ത്, അതായത് ഐയുടെ വാല്യൂ 1 ആയി മാറിയതിനു ശേഷം എന്റർ എംപ്ലോയി നെയിം എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് E1.name
അതേപോലെ തന്നെ കോഡ് ഇ ഓഫ് വൺ ഡോട്ട് കോഡിലേക്കും ഡിപ്പാർട്ട്മെന്റ് ഇ ഓഫ് വൺ ഡോട്ട് ഡി പി ടിയിലേക്കും സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ ലിമിറ്റ് എത്രയാണോ നൽകുന്നത് ആ ലിമിറ്റ് വരെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതും ഓരോ മെമ്മറിയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതുമാണ്. ഇനി എങ്ങനെയാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ആദ്യമായി ഞാൻ ഒരു ഹെഡിങ് നൽകുകയാണ്, അതായത് കോഡ് സ്പേസ് നെയിം സ്പേസ് ഡിപ്പാർട്ട്മെന്റ്. അതിനുശേഷം ഫോർ ലൂപ്പ് നൽകി ഇതിനെ പ്രിന്റ് ചെയ്യുന്നു. അതായത് ആദ്യത്തെ പെർസെന്റേജ് ഡിയിലേക്ക് ഇ ഓഫ് ഐ ഡോട്ട് കോഡ്, രണ്ടാമത്തെ പെർസെന്റേജ് എസിലേക്ക് ഇ ഓഫ് ഐ ഡോട്ട് നെയിം സ്പേസ് ഇ ഓഫ് ഐ ഡോട്ട് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ആദ്യം ഐയുടെ വാല്യൂ 0 ആയതിനാൽ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇ ഓഫ് 0 ഡോട്ട് കോഡ് പ്രിന്റ് ചെയ്യുന്നതും /t ഉപയോഗിച്ച് ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു ടാബ് സ്പേസ് പ്രിന്റ് ചെയ്ത് അതിനുശേഷം ഇ ഓഫ് ഐ ഡോട്ട് നെയിം പ്രിന്റ് ചെയ്യുന്നതും ഒരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം ഇ ഓഫ് ഐ ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്യുന്നതുമാണ്. ഇങ്ങനെ ഐയുടെ വാല്യൂ 0 മുതൽ നമ്മൾ നൽകിയിരിക്കുന്ന ലിമിറ്റ് വാല്യൂ വരെ റിപ്പീറ്റ് ചെയ്യുന്നതും ഇ ഓഫ് 0 ഡോട്ട് കോഡ് ഇ ഓഫ് 1 ഡോട്ട് കോഡ് അങ്ങനെ എല്ലാ വാല്യൂവും റിപ്പീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതുമാണ്. ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ 4 എന്ന് നൽകുന്നു. അതായത് എന്നിന്റെ വാല്യൂ 4 ആയി സ്റ്റോർ ചെയ്യുന്നതും ഐ എന്ന വേരിയബിളിന്റെ വാല്യൂ ഫോർ ലൂപ്പിൽ 0 മുതൽ 3 വരെ റിപ്പീറ്റ് ചെയ്യുന്നതുമാണ്. ആദ്യത്തെ എംപ്ലോയിയുടെ നെയിം ഇവിടെ നൽകുകയാണ്. അതിനുശേഷം എംപ്ലോയി കോഡ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നു. സെക്കൻഡ് എംപ്ലോയിയുടെ നെയിം ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി കോഡ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നു. തേർഡ് എംപ്ലോയി നെയിം തേർഡ് എംപ്ലോയി കോഡ് ഡിപ്പാർട്ട്മെന്റ് നെയിം. ഇനി ഫോർത്ത് എംപ്ലോയിയുടെ നെയിം നൽകുകയാണ്. എംപ്ലോയി കോഡ് നൽകുന്നു, ഡിപ്പാർട്ട്മെന്റ് നൽകുന്നു. ഇതാ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ട്രക്ചറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും അതിനെ ടേബിൾ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, EMB എന്നത് ഒരു ഡാറ്റ ടൈപ്പ് ആണ്, യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ആണ്. ഇപ്പോൾ അതിലെ വേരിയബിൾ ആണ് അല്ലെങ്കിൽ മെമ്മറി സ്പേസ് ആണ് ഇ ഓഫ് 20. ഈ എന്ന ഒരു സ്പേസിൽ തന്നെ നെയിം കോഡ് ഡിപ്പാർട്ട്മെന്റ് എന്നിവ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇ ഓഫ് 0 തന്നെ ഇ ഓഫ് 0 ഡോട്ട് നെയിം, ഇ ഓഫ് 0 ഡോട്ട് കോഡ്, ഇ ഓഫ് 0 ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇ ഓഫ് 1ലും ഇതേ രീതിയിൽ തന്നെ മെമ്മറി സ്പേസ് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഇ ഓഫ് 0 മുതൽ ഇ ഓഫ് 19 വരെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ യൂസർ ഡിഫൈൻ ടൈപ്പിലേക്ക് അല്ലെങ്കിൽ ആ യൂസർ ഡിഫൈൻ ടൈപ്പിലേക്ക് നമുക്ക് ലൂപ്പിന്റെ സഹായത്തോടുകൂടി ഇതേ രീതിയിൽ വാല്യൂ സ്റ്റോർ ചെയ്യാനും സാധിക്കും. ഇത് സ്ട്രക്ചർ ഉപയോഗിച്ച് മറ്റൊരു പ്രോഗ്രാം ചെയ്യാം. അതായത് n നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനും അവരുടെ 3 സബ്ജക്റ്റിന്റെ മാർക്കും അതേപോലെ തന്നെ അതിന്റെ ടോട്ടൽ മാർക്കും ഫൈൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇത്. എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഒരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് സ്റ്റുഡന്റ് എന്ന നെയിം നൽകിയിരിക്കുന്നു. ഇനി ഈ സ്ട്രക്ചറിലെ മെമ്പേഴ്സ് ആണ് നെയിം, റോൾ നമ്പർ, മാർക്ക് 1ന് വേണ്ടി M1, അതേപോലെ തന്നെ M2, M3, ടോട്ടൽ മാർക്കിന് വേണ്ടി T. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ സ്റ്റുഡന്റ് എന്ന ഡാറ്റ ടൈപ്പിലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് S സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 20. അതായത് അറേ ആയിട്ടാണ് ഞാൻ ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് മാക്സിമം 20 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഈ ഡാറ്റ ടൈപ്പിലേക്ക് അല്ലെങ്കിൽ ഈ വേരിയബിളിലൂടെ നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാനായി I എന്ന വേരിയബിളും നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലിമിറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി n എന്ന വേരിയബിളും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി എൻ്റർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന ഈ മെസ്സേജ് കാണിച്ചതിന് ശേഷം അതിന്റെ ലിമിറ്റ് വാല്യൂ n-ലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഐയുടെ വാല്യൂ 0 മുതൽ തുടങ്ങി നമ്മൾ നൽകിയ ലിമിറ്റ് വരെ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ലിമിറ്റിൽ താഴെ വരെ വർക്ക് ചെയ്യുന്നതും ഓരോ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ ആദ്യമായി വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോർ ലൂപ്പിലേക്ക് ആദ്യമായി വരുമ്പോൾ I എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന മെസ്സേജ് എൻ്റർ സ്റ്റുഡന്റ് നെയിം എന്ന മെസ്സേജ് ആയിരിക്കും. നമ്മൾ എൻ്റർ ചെയ്യുന്ന നെയിം %s-ൽ നിന്നും അതായത് കൺവേർഷൻ സ്പെസിഫയറിൽ നിന്നും s ഓഫ് 0 ഡോട്ട് നെയിം എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ s ഓഫ് 0 മുതൽ s ഓഫ് 19 വരെ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റുഡന്റിന്റെ നെയിം s ഓഫ് 0 ഡോട്ട് നെയിം എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം എന്റെ റോൾ നമ്പർ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതും നമ്മൾ രണ്ടാമത് എൻ്റർ ചെയ്യുന്ന റോൾ നമ്പർ അതായത് ആദ്യത്തെ സ്റ്റുഡന്റ് റോൾ നമ്പർ %d-യിൽ നിന്നും s ഓഫ് 0 ഡോട്ട് rn അല്ലെങ്കിൽ റോൾ നമ്പറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. അതിനുശേഷം എൻ്റർ 3 സബ്ജക്ട് മാർക്ക് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നു.
നമ്മൾ എൻ്റർ ചെയ്യുന്ന മാർക്ക്, ആദ്യത്തെ മാർക്ക് SF0.M1, രണ്ടാമത്തെ മാർക്ക് SF0.M2, മൂന്നാമത്തെ മാർക്ക് SF0.M3 എന്നീ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് ആവശ്യം ഫസ്റ്റ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത 0 എന്ന സബ്സ്ക്രിപ്റ്റ് ഉള്ള സ്റ്റുഡന്റ് ടോട്ടൽ മാർക്ക് ഫൈൻഡ് ചെയ്യുക എന്നതാണ്. ഇതിനായി ഐയുടെ വാല്യൂ അല്ലെങ്കിൽ ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 0 ആണല്ലോ. അപ്പോൾ SF0.M1 പ്ലസ് SF0.M2 പ്ലസ് SF0.M3, ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ ഉള്ള ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഐയുടെ വാല്യൂ ആയ 0, അതായത് ആദ്യത്തെ സബ്ജക്ട് മാർക്ക്, രണ്ടാമത്തെ സബ്ജക്ട് മാർക്ക്, മൂന്നാമത്തെ സബ്ജക്ട് മാർക്ക് ആഡ് ചെയ്ത് SF0.Tയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ SF0 എന്ന സ്പേസിൽ അല്ലെങ്കിൽ SF0 മുതൽ SF19 വരെയുള്ള സ്പേസിൽ എല്ലാ സ്പേസിലും നമ്മൾ നൽകിയിരിക്കുന്ന മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നെയിം, റോൾ നമ്പർ, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ മാർക്ക്. ഇവിടെ ടോട്ടൽ മാർക്ക് ഈ കാൽക്കുലേഷൻ മുഖേനയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് മാത്രം. ഇവിടെ നിന്നും വീണ്ടും ലൂപ്പ് ക്ലോസ് ചെയ്ത് I++ എന്ന ഈ വാല്യൂയിലേക്ക് വരുന്നതും ഐയുടെ വാല്യൂ 0യിൽ നിന്നും 1 ആയി മാറുന്നതുമാണ്. രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്റ്റുഡന്റ് നെയിം SF1.name, SF1.roll number, ഇതേ രീതിയിൽ തന്നെ മാർക്കും അതിന്റെ ടോട്ടലും ഫൈൻഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ലിമിറ്റ് വാല്യൂ നമ്മൾ എത്രയാണോ നൽകിയിരിക്കുന്നത്, അതായത് n-ന്റെ വാല്യൂ എത്രയാണോ നൽകിയിരിക്കുന്നത് അത്രയും പ്രാവശ്യം ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുകയും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നതുമാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നൽകുന്ന ലിമിറ്റ് വാല്യൂ ഇവിടെ നൽകിയിരിക്കുന്ന അറേ സൈസിൽ തുല്യമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കണം. അതായത് മാക്സിമം നമ്മൾക്ക് 20 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഓരോ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അതിന്റെ ടോട്ടൽ മാർക്ക് ഫൈൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ അത് പ്രിന്റ് ചെയ്യുകയാണ്. അതായത് ടേബിൾ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റ് ചെയ്യുന്നതിന് മുൻപായി തന്നെ ഞാൻ സ്ക്രീൻ ക്ലിയർ ചെയ്യുന്നു. സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്നൊരു ഹെഡിങ് നൽകുന്നു. ഇവിടെ /n നൽകി അടുത്ത ലൈനിലേക്ക് വരുന്നു. ഇവിടെ നെയിം എന്ന ഹെഡിങ് നൽകി ഒരു ടാബ് സ്പേസ് നൽകി വീണ്ടും റോൾ നമ്പർ എന്ന ഹെഡിങ് നൽകുന്നു. വീണ്ടും ടാബ് സ്പേസ് നൽകുന്നു. മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, ടോട്ടൽ. ഇങ്ങനെ ഓരോ ഹെഡിങ് നൽകിയതിനു ശേഷം /n നൽകി വീണ്ടും നമ്മൾ അടുത്ത ലൈനിലേക്ക് വരുവാണ്. ഇനി സ്ട്രക്ചറിലെ അല്ലെങ്കിൽ നമ്മൾ നൽകിയിരിക്കുന്ന സ്റ്റുഡന്റ് എന്ന ഡാറ്റ ടൈപ്പിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ പ്രിന്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ ഫോർ ലൂപ്പിന്റെ വാല്യൂ, അതായത് ഐയുടെ വാല്യൂ ആദ്യം 0 മുതൽ തുടങ്ങി. ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് SI.name ആണ്. അതായത് ആദ്യം പ്രിന്റ് ചെയ്യുന്ന %s ആദ്യം പ്രിന്റ് ചെയ്യുന്നത് SF0.name. SF0.name എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ സ്റ്റുഡന്റ് നെയിം. രണ്ടാമത് നമ്മൾക്ക് ആവശ്യം പ്രിന്റ് ചെയ്യേണ്ട റോൾ നമ്പർ ആണ്. ഇവിടെയും ഒരു ടാബ് സ്പേസ് നൽകുവാൻ വേണ്ടിയാണ് /t നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ %d അല്ലെങ്കിൽ കൺവേർഷൻ സ്പെസിഫയറിലേക്ക് പ്രിന്റ് ചെയ്യുന്നത് SF0.roll number ആണ്. മൂന്നാമത്തിലേക്ക് SF0.M1, അടുത്തതിലേക്ക് SF0.M2, അടുത്തതിലേക്ക് SF0.M3, അടുത്തത് SF0.total mark, അതായത് SF0.T. ഇതേ രീതിയിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഓരോ വേരിയബിളിന്റെയും വാല്യൂ ഈ പറഞ്ഞിരിക്കുന്ന കൺവേർഷൻ സ്പെസിഫയറിലേക്ക് പ്രിന്റ് ചെയ്യുന്നതും ഓരോ വാല്യൂ പ്രിന്റ് ചെയ്തതിനു ശേഷം /t നൽകിയിരിക്കുന്നതിനാൽ അവിടെ ഒരു ടാബ് സ്പേസ് വിടുന്നതാണ്. അടുത്ത ലൈനിലേക്ക് വരുവാൻ വേണ്ടിയാണ്, അതായത് ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്തതിനു ശേഷം അടുത്ത ലൈനിലേക്ക് വരുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ /n നൽകിയിരിക്കുന്നത്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനെ ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. ഇത് ആദ്യം എന്റർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഞാനിവിടെ 4 എന്ന് നൽകുകയാണ്. ആദ്യമായി സ്റ്റുഡന്റ് നെയിം നൽകുന്നു. ഇതേ രീതി തന്നെ മറ്റുള്ള ഡേറ്റയും എൻ്റർ ചെയ്യുകയാണ്. സെക്കൻഡ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. തേർഡ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. അടുത്ത ഫോർത്ത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. ഇതാ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ടേബിൾ ഫോർമാറ്റിൽ സ്ട്രക്ചറിൽ നിന്നും പ്രിന്റ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിലേക്ക് അതിന്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനെ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ മെമ്പേഴ്സിലേക്ക് വാല്യൂ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാല്യൂ സ്ട്രക്ചറിലേക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്.
സ്ട്രക്ചറിൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് യൂണിയൻ ഉപയോഗിക്കുന്നത്. സ്ട്രക്ചറിലേക്ക് ഓരോ വാല്യൂ ഒരു ഒബ്ജക്റ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, അതായത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ ഓരോ മെമ്പേഴ്സും ഓരോ ഒബ്ജക്റ്റിലേക്കും വാല്യൂ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ, യൂണിയൻ ഓരോ റോയിലേക്കും ഓരോ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. എന്നാൽ സ്ട്രക്ചറിന്റെ അതേ സിന്റക്സ് തന്നെയാണ് യൂണിയനിലും ഉപയോഗിക്കുന്നത്. അതായത് യൂണിയൻ ടാഗ് നെയിം, ഇതിനുള്ളിൽ അതിന്റെ മെമ്പർ വേരിയബിൾ ഡിക്ലറേഷൻ.